ഹിസ്റ്റോറിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ റിലീജിയസ് ബുക്സിൽ എവിടെയും ഡൈനോസേഴ്സിനെ പറ്റി പരാമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഡൈനോസറുകളെ വിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഗ്രന്ഥത്തിലും ചങ്കാരനെ കാണാൻ പറ്റില്ല, ഒരു ജിറാഫ്, ഒരു പെൻഗ്വിൻ, ഇവയൊന്നും നിങ്ങൾക്ക് ഒരു റിലീജിയസ് ബുക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി നിങ്ങൾ കുറച്ച് ഓപ്പൺ മൈൻഡായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഇതിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ഇന്ത്യൻ മതങ്ങളെടുത്ത് നോക്കിയാൽ ശിവന് പാമ്പുണ്ട്, കൃഷ്ണന് പശു, അതുപോലെ ഗണപതിക്ക് എലി. ഇതെല്ലാം ഇന്ത്യൻ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷൻസിൽ മോസ്റ്റ്ലി കാണപ്പെടുന്ന ജീവികളാണ് ഇതെല്ലാം. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോയാൽ അറേബ്യൻ കൺട്രീസ് എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് ആനയും മയിലിനെയും എലിയും ഒന്നും കാണാൻ കഴിയില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടകങ്ങളും ആടുകളും അങ്ങനെയുള്ള ജീവികളെയാണ്. ഇനി നമ്മൾ നോർഡിക് കൺട്രീസ് എടുത്ത് നോക്കിയാൽ, നോർവീജിയൻ കൺട്രീസ് എടുത്ത് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്ക് റേഡിയസ്, വൂൾസ് അങ്ങനെയുള്ള മഞ്ഞ് നിറഞ്ഞ കുറേ കഥകളായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മതങ്ങൾ രൂപപ്പെട്ട കാലഘട്ടത്തിൽ ഈ ജിയോളജിക്കൽ പരമായിട്ടുള്ള അറിവുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ ജിയോഗ്രഫിയിൽ എന്താണോ കണ്ടിട്ടുള്ളത് അതാണ് യൂണിവേഴ്സൽ എന്ന് ധരിച്ചാണ് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. ദൈവം ഒരുപക്ഷെ യൂണിവേഴ്സലായിരിക്കാം, പക്ഷെ അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം ലോക്കലാണ്. ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളുകൾ അവരുടെ ജനലിലൂടെ എന്താണോ കാണുന്നത് അതാണ് യൂണിവേഴ്സലായി ധരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്.